ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ബാലചന്ദ്രനെ കണ്ട് ഹാജിയാര് പറയുകയാണ്, ബാലചന്ദ്രനോ വരീം വരീം, ഞാൻ ബാലചന്ദ്രനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു. അപ്പോ നമ്മൾ പോകുവല്ലേ? പോകാം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോട് ചോദിക്കുകയാണ്. അല്ല ശാരദാമ്മ എന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലമാണല്ലോ. ഹാജിയാര് ചോദിക്കുകയാണ്, അപ്പോ നിങ്ങൾ പരിചയക്കാരനാണോ? ബാലചന്ദ്രൻ പറയുകയാണ്, പരിചയക്കാരാണോന്നോ? വെറും പരിചയക്കാരൊന്നുമല്ല, പറഞ്ഞു വരുമ്പോൾ നമ്മൾ തമ്മിൽ ബന്ധുക്കളായിട്ട് വരും. നല്ല അടുപ്പമുള്ള ബന്ധുക്കൾ അല്ലേ ശാരദാമ്മേ? ഹാജിയാര് പറയുകയാണ്, എങ്കിൽ നന്നായി. നമ്മുടെ ഫാക്ടറിയിലെ അടഞ്ഞുകിടക്കുന്ന ക്യാൻറ്റീനില്ലേ, അതിന്റെ കോൺട്രാക്ട് ഞാൻ ശാരദാമ്മയെ അങ്ങ് ഏൽപ്പിക്കാൻ പോകുവാണ്. എന്താ സന്തോഷമായില്ലേ ബന്ധുക്കൾക്ക്? ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോ ക്യാൻറ്റീൻ മാത്രമല്ല ഫാക്ടറിയും പൂട്ടാൻ പോവുകയാണ് ഹാജിയാര് അല്ലേ? പൂട്ടാനോ? എന്താ ബാലചന്ദ്രൻ ഈ പറയുന്നത്? ഹാജിയാർ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു സ്വകാര്യം പറയട്ടെ. എന്നിട്ട് ശാരദാമ്മയോട് പറയുകയാണ്, അല്ല നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഹാജിയാർക്കും അളിയനും എനിക്കും ഒരു സ്ഥല കച്ചവടത്തിന്റെ ഡീലിങ്സ് ഉണ്ട്. അതൊന്ന് ഉറപ്പിക്കാനായിട്ടാണ് ഹാജിയാർ വന്നേന്നും പറഞ്ഞ് ഹാജിയാരെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം ഹാജിയാരോട് എന്തൊക്കെ സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ. ഇതൊക്കെ കണ്ട് പേടിയോടുകൂടി നോക്കി നിൽക്കുകയാണ് ശാരദാമ്മയും ശാന്തയും. ശാന്ത പറയുകയാണ്, അവൻ ഉറപ്പായിട്ടും എന്തെങ്കിലും പാരപണിയും ശാരദാമ്മ, എനിക്കെന്തോ ടെൻഷൻ പോലെ തോന്നുന്നു. ശാരദാമ്മ പറയുകയാണ്, അത് തന്നെയാണ് എന്റെയും ഭയം. ശകുനം മുടക്കിക്ക് വന്നു കയറാൻ കണ്ടൊരു സമയം. എന്റെ ദേവി സഹായിക്കണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. അതിനുശേഷം ബാലചന്ദ്രൻ വന്ന് ശാരദാമ്മയോട് പറയുകയാണ്, ശാരദാമ്മയെയും ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിനെയും കുറിച്ച് കൃത്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഉപകാരമായിട്ടുള്ളൂ. ഹാജിയാരെ, തൽക്കാലം ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. സ്ഥലം കാണാൻ പോകാറാകുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി. പോട്ടെ ശാരദാമ്മ എന്നും പറഞ്ഞു പോവുകയാണ് ബാലചന്ദ്രൻ. ശാന്ത ഹാജിയാരോട് ചോദിക്കുകയാണ്, അപ്പോ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ? പെട്ടെന്ന് ഹാജിയാര് പറയുകയാണ്, മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി ശാന്തേ. അയ്യോ ഹാജിയാരെ, ആ ബാലചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചെന്ന് കരുതി എന്ന് പറയുമ്പോൾ ഹാജിയാര് പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചെന്ന് കരുതി അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളല്ല ശാന്തേ ഞാൻ. അത് നീ പറഞ്ഞാലും ബാലചന്ദ്രൻ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ലേശം തീയില്ലാതെ ഒരിക്കലും ഒരു പുകയുണ്ടാകില്ലല്ലോ. എന്താ ശരിയല്ലേ? മനുഷ്യന് വിളമ്പുന്ന ഭക്ഷണത്തിൽ പാറ്റ കിടക്കുക, കുഞ്ഞുങ്ങൾക്ക് ചീഞ്ഞ ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം കഴിച്ച ഉടനെ ആൾക്കാർ നിലത്ത് പിടഞ്ഞു വീഴുക, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളാണ്. ഇതൊന്നും മനസ്സിലാകാതെ പരസ്പരം അന്തവിട്ട് നോക്കുകയാണ് ശാന്തയും ശാരദാമ്മയും. ഹാജിയാർ പറയുകയാണ്, പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അടി, കടം വാങ്ങിച്ച പണം തിരികെ കൊടുക്കാൻ മധ്യസ്ഥതയ്ക്ക് പോലീസ്. ഇതൊക്കെ അറിയുമ്പോൾ എന്തിനാ ശാരദാമ്മ വെറുതെ എന്നെ കൊണ്ട് പുലിവാല് പിടിപ്പിക്കുന്നത്? അല്ല ഹാജിയാരെ, അതെന്ന് ശാരദാമ്മ പറയുമ്പോൾ ഹാജിയാര് പറയുകയാണ്, കണ്ടതിൽ വളരെ സന്തോഷം. മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം. പിന്നെ മകളുടെ നിക്കാഹിന് സംഭാവന വല്ലതും വേണമെങ്കിൽ സലാമിനെ കണ്ടാൽ മതി. അത്രയും പറഞ്ഞ് അവരുടെ അടുത്ത് നിന്നും പോവുകയാണ് ഹാജിയാര്. പ്രതീക്ഷകളെല്ലാം കൈവിട്ട് വിഷമിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. അതേസമയം വിഷ്ണുവും ശാലിനിയും സഞ്ചരിക്കുന്ന ബസ് ഒരു ഹോട്ടലിലേക്ക് എത്തുകയാണ്. മണി വന്ന് പറയുകയാണ്, ഫുഡ് കഴിക്കാം, 20 മിനിറ്റ് എല്ലാവർക്കും ബ്രേക്ക്. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. വിഷ്ണു പറയുകയാണ് ശാലിനിയോട്, നമുക്ക് കഴിക്കാം. ശാലിനി പറയുകയാണ്, വേണ്ട, എനിക്ക് വിശപ്പില്ല. കൊള്ളാം, നല്ല കാര്യം. നാഗർകോവിൽ വരെ വിശന്നിരിക്കാനോ? ഇയാൾ എഴുന്നേറ്റേ, നമുക്ക് വല്ലതും കഴിക്കാം. എടോ, ഇത്രയും നേരം ഇരുന്നതല്ലേ, ഒന്ന് നടന്നു വെറുക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനുശേഷം ഇറങ്ങുകയാണ് വിഷ്ണുവും ശാലിനിയും. മാർട്ടിനും കൂട്ടുകാരനും പക്ഷേ ബസ്സിൽ ഇരുന്ന് തന്നെ ഉറങ്ങുകയാണ്. ശാലിനിയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് ഊണ് മതി. വിഷ്ണു പറയുകയാണ്, അതെ, കുടുംബശ്രീ ഹോട്ടലിലെ ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. എന്തായാലും സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോവുകയാണ് വിഷ്ണു. അതേസമയം ബസ്സിലേക്ക് കയറി വന്ന മണി മാർട്ടിനെയും കൂട്ടരെയും തട്ടി വിളിക്കുകയാണ്, ഹലോ ബോസ്, ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? ഇവിടെ കഴിഞ്ഞാൽ പിന്നെയെങ്ങും സ്റ്റോപ്പില്ല. കൂട്ടുകാരനെയും വിളിച്ച് മാർട്ടിൻ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കടാ, വല്ലതും കഴിക്കാം. കൈ കഴുകി തിരികെ വരുന്ന മാർട്ടിൻ പെട്ടെന്ന് ശാലിനിയെ കാണുകയാണ്. ശാലിനിയെ കാട്ടി കൂട്ടുകാരനോട് മാർട്ടിൻ പറയുകയാണ്, ദേ നോക്കടാ, തേലിയ വള്ളി കാലിൽ ചുറ്റിയിരിക്കുന്നത്. ഇവള് ഈ ബസ്സിലുണ്ടായിരുന്നെന്ന് അറിഞ്ഞില്ലല്ലോ. കൂട്ടുകാരൻ പറയുകയാണ്, മച്ചാനെ, ഇത് റിസ്ക് ആണ്, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. വിഷ്ണു ആശാനുമായി അടുപ്പമുള്ള കുട്ടിയാണ്, ഇടഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇവനെ പോലെയുള്ള ഒരുപാട് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഒതുക്കിയിട്ട് തന്നെയാണ് ഈ മാർട്ടിൻ മട്ടാഞ്ചേരി മാർട്ടിനായത്. നീ വാ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മാർട്ടിൻ. ശാലിനിയുടെ അടുത്തേക്ക് കസേരയിട്ടിരുന്ന ശേഷം മാർട്ടിൻ പറയുകയാണ്, ഹലോ ഡാർലിംഗ്,
നമ്മൾ തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, പക്ഷെ അത് ഇത്ര നേരത്തെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. പെട്ടെന്നാകെ പകച്ച് മാർട്ടിനെ നോക്കുകയാണ് ശാലിനി. ദൈവത്തിന്റെ ഓരോരോ കളികളെ. ആദ്യം നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് മാർട്ടിൻ, മട്ടാഞ്ചേരി മാർട്ടിൻ. പത്രവും ടിവിയും ഒക്കെ കാണുന്ന കൂട്ടത്തിലാണെങ്കിൽ മോൾക്ക് എന്റെ പേര് പരിചയം കാണും. ടൈം ന്യൂസിൽ കേരളത്തിലെ ക്രിമിനൽ ലോകത്ത് ഒരു VIP ആയിട്ട് വരും ഞാൻ. പെട്ടെന്ന് ശാലിനി ചോദിക്കുകയാണ്, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? എന്ത് വേണമെന്നൊക്കെ നമുക്ക് സംസാരിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വച്ചാൽ, അങ്ങനെയുള്ള എന്നെയാണ് നീ വെല്ലുവിളിച്ചത്, അതും നടു റോഡിലിട്ട്. ഈ ബസ്സിൽ വന്ന് കയറാനുള്ളത് കൊണ്ട് അപ്പോഴെനിക്ക് സമയം തീരെ കുറവായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. പോരെങ്കിൽ ഇപ്പോൾ നിന്റെ കേസ് എനിക്കൊരു കൊട്ടേഷൻ കൂടിയാണ്. അപ്പോ പിന്നെ ആ കണക്ക് നമുക്കങ്ങ് സെറ്റിൽ ചെയ്താലോ? ശാലിനി പറയുകയാണ്, ഡയലോഗ് അടിച്ച് പേടിപ്പിക്കേണ്ട. എന്റെ ദേഹത്ത് കൈവച്ചാൽ പിന്നെ നിനക്കെന്നെ കൊന്നിട്ട് പോകേണ്ടി വരും. ജീവിക്കാൻ വിടില്ല നിന്നെ ഞാൻ. നിനക്ക് ശാലിനിയെ അറിയാത്തത് കൊണ്ടാണ്. മാർട്ടിൻ പറയുകയാണ്, ചുമ്മാ പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ ഭീരുക്കളും എടുത്തു പയറ്റുന്ന ഡയലോഗല്ലേ ഇത്. തൽക്കാലം നിന്നെ ഞാനങ്ങ് തൂക്കാൻ പോവുകയാണ് പട്ടാപ്പകൽ. ഈ ജനം മുഴുവൻ നോക്കി നിൽക്കേ. ആടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിച്ചു വലിക്കുകയാണ് മാർട്ടിൻ. പെട്ടെന്ന് പിടയ്ക്കാതടിയെന്ന് മാർട്ടിൻ പറയുമ്പോൾ പെട്ടെന്ന് മാർട്ടിന്റെ കൈ തട്ടി മാറ്റുകയാണ് ശാലിനി. എന്നിട്ട് ശാലിനി മുന്നോട്ട് നടക്കുന്നു. ശാലിനിയെ വീണ്ടും പിടിച്ചു നിർത്തിയിട്ട് നിക്കടി എവിടെ എന്ന് പറഞ്ഞ് മാർട്ടിൻ പോക്കറ്റിൽ നിന്നും കത്തിയെടുക്കുകയാണ്. അത് കണ്ട് ആകെ പകച്ചു നിൽക്കുകയാണ് ശാലിനി. പെട്ടെന്ന് വിഷ്ണു വന്ന് മാർട്ടിനെ ചവിട്ടുകയാണ്. ചവിട്ടുകൊണ്ട മാർട്ടിൻ താഴേക്ക് വീഴുന്നു. എന്നിട്ട് ശാലിനിയെ പിടിച്ച് ചേർത്ത് നിർത്തുകയാണ് വിഷ്ണു. മാർട്ടിന്റെ കൂട്ടുകാരൻ പെട്ടെന്ന് പറയുകയാണ്, പുണ്യാള ചതിച്ചു. വിഷ്ണു ആശാനും ഉണ്ടായിരുന്നോ ബസ്സിൽ? വിഷ്ണു മാർട്ടിനോട് പറയുകയാണ്, നേരത്തെ ഒരു വട്ടം വിട്ടതാണ് നിന്നെ ഞാൻ, പക്ഷെ പിന്നാലെ വന്ന് നീ ഇരുന്ന് വന്നങ്ങ് ചോദിച്ചു. ഇനി നിനക്ക് ഞാൻ മനസ്സറിഞ്ഞ് തരാൻ പോവുകയാണ്. പിന്നീട് മാർട്ടിനും വിഷ്ണുവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആശാനെന്ന് മാർട്ടിന്റെ കൂട്ടുകാരൻ വിളിക്കുമ്പോൾ മണി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ആശാനോടല്ലേ കോർത്തത്, അവന്റെ കാര്യം തീർന്നു. പെട്ടെന്ന് മാർട്ടിന്റെ കൂട്ടുകാരൻ ഓടി വന്ന് ശാലിനിയോട് പറയുകയാണ്, എന്റെ പൊന്നു കൊച്ചെ, ഒരബദ്ധം പറ്റിയതാണ്. ആശാന്റെ ആളാണെന്ന് അറിഞ്ഞിരുന്നില്ല. രക്ഷിക്കണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് തൊഴുകയാണ് അയാൾ. വിഷ്ണു ആശാന് ഭ്രാന്ത് കയറിയാൽ മാർട്ടിൻ ആശാന്റെ ശവം ഇവിടെ വീഴുമെന്ന് ഉറപ്പാണ്. പച്ചയ്ക്ക് കൊന്നു കുഴിച്ചു മൂടാനും മടിയില്ലാത്തവനാണ്. ഇതൊക്കെ കേട്ട് ആകെ അമ്പരന്ന് ഭയന്ന് നിൽക്കുകയാണ് ശാലിനി. ഒന്നിനും മടിയില്ലാത്ത കൊടും ഗുണ്ടയാണ് ഈ വിഷ്ണു ആശാൻ. അത് കേട്ട് ശാലിനി ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്, ഗുണ്ടയോ? അതെ, എനിക്ക് അയാളെ ശരിക്കറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. മാർട്ടിൻ അച്ചായന് കൊച്ചിയിൽ മാത്രമേ പിടിയുള്ളൂ. പക്ഷെ കേരളത്തിൽ മൊത്തം നെറ്റ്വർക്കുള്ള ഗുണ്ടാപ്പടയുടെ നേതാവാണ് ഈ വിഷ്ണു ആശാൻ. അത് കേട്ട് ഞെട്ടി വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. ലേഡി സത്യഭാമയുടെ പേരിലുള്ള എല്ലാ സെറ്റിൽമെന്റും ആശാനാണ് നടത്തുന്നത്. കൊല്ലാനും ചാകാനും മടിയില്ലാത്ത ഒരു ജന്മം. അതേസമയം മാർട്ടിനെ പൊതിരെ തല്ലുകയാണ് വിഷ്ണു. അതേസമയം ശാലിനി സത്യഭാമയുടെ വീട്ടിൽ വെച്ച് വിഷ്ണുവിനെ കണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അന്നേരം ശാലിനി കരുതുകയാണ്, സത്യഭാമയുടെ ഗുണ്ടാ തലവനോ? അതേസമയം മാർട്ടിനെ വിഷ്ണു കമ്പ് കൊണ്ട് അടിക്കാനായി പോകുമ്പോൾ വിഷ്ണുവിന്റെ കയ്യിലിരുന്ന കമ്പ് തട്ടിമാറ്റുകയാണ് മാർട്ടിൻ. എന്നിട്ട് മാർട്ടിൻ വീണ്ടും തന്റെ കത്തി തേടി പിടിച്ചെടുക്കുകയാണ്. അത് വിഷ്ണുവിന്റെ നേരെ കാട്ടി ഭീഷണിപ്പെടുത്തുകയാണ് മാർട്ടിൻ. പക്ഷെ മാർട്ടിന്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി മാർട്ടിനെ കുത്തുകയാണ് വിഷ്ണു. അത് കണ്ട് മച്ചാനെന്നും പറഞ്ഞ് മാർട്ടിന്റെ കൂട്ടുകാരൻ മാർട്ടിന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്തു ചെയ്യണമെന്ന് അറിയാതെ ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ശാലിനി. കുത്തുകൊണ്ട മാർട്ടിൻ താഴെ വീഴുകയാണ്. മാർട്ടിന്റെ കൂട്ടുകാരൻ ഓടിച്ചെന്ന് വിഷ്ണുവിന്റെ കാല് പിടിക്കുകയാണ്. ഒന്നും ചെയ്യില്ല ആശാനെ, ആളറിയാതെ പറ്റിപ്പോയതാണ്. വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. ആളറിയാതെ പറ്റിയതാണെന്നോ? ആരുടെ ദേഹത്താണ് ഇവൻ കൈവയ്ക്കാൻ പോയതെന്ന് അറിയാമോ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ നേരെയാണ് എന്നും പറഞ്ഞ് കത്തി ശാലിനിയുടെ നേരെ നീട്ടുകയാണ് വിഷ്ണു. ഇത് കേട്ട് അന്തം വിട്ട് ശാലിനി കരുതുകയാണ്, പ്രേമിക്കുന്ന പെണ്ണോ? വീണ്ടും വിഷ്ണു അലറുകയാണ്, നാളെ ഞാൻ താലി കെട്ടാൻ ഉദ്ദേശിക്കുന്ന എന്റെ പെണ്ണിന്റെ നേരെയാണ്. വീണ്ടും ശാലിനി കരുതുകയാണ്, താലി കെട്ടാൻ പോകുന്ന പെണ്ണോ? ഇയാളുടെ ഉള്ളിൽ പ്രേമമായിരുന്നോ? ഒരു മട്ടാഞ്ചേരി മാർട്ടിൻ നിന്നേക്കാളും വലിയൊരു കേടിയായിരുന്നട ഓട്ടോക്കാരൻ ബാപ്പുട്ടി. കണ്ണൂരിലെ ഏറ്റവും വലിയ കേടി ഇപ്പോൾ 2 കൈയും കാലും ഇല്ലാതെ സ്വന്തം വീട്ടിൽ കിടപ്പുമുറിയിൽ കിടന്ന് എഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ പെണ്ണിന് നേരെ വെക്കാനോങ്ങിയ കൈ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് വീണ്ടും മാർട്ടിൻ നേരെ അടുക്കുകയാണ് വിഷ്ണു. ആശാനെ പ്ലീസ് എന്നും പറഞ്ഞ് ആശാൻ വിഷ്ണുവിന്റെ കാല് പിടിക്കുകയാണ് മാർട്ടിന്റെ കൂട്ടുകാരൻ. മണിച്ചൊന്നും പറയുകയാണ്, ആശാനെ ഇവന് കൂടുതലായി, ഇനിയൊന്നും വേണ്ട. കടന്ന കൈ വല്ലതും ചെയ്യാൽ ഞങ്ങളുടെ ട്രാവൽസ് കുടുങ്ങും ആശാനെ. നമ്മുടെ വണ്ടിയിലെ യാത്രക്കാരനായി പോയില്ലേ. പെണ്ണുങ്ങളുടെ നേരെ അവന്റെ ഒരു ഗുണ്ടായുസം. സ്വന്തം ഭാര്യയുടെ നേരെ പോലും ഇവന്റെ ഒന്നും കൈ പൊങ്ങില്ല, ഉറപ്പാണ്.
അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട മണി മാർട്ടിനോട് പറയുകയാണ് ലഗേജ് എടുത്തുകൊണ്ട് തരും, എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോളണം. വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ശാലിനി വിഷമിക്കേണ്ട, ബസ്സിലേക്ക് കയറിയിരുന്നോളൂ, ഭക്ഷണം ഞാൻ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരാം. വിഷ്ണുവിനെ കണ്ട് എല്ലാവരും പകച്ച് പിന്നോട്ട് മാറുകയാണ്. വിഷ്ണു പറയുകയാണ്, എന്താ ഇവിടെ കാഴ്ച, ആഹാരം കഴിച്ചിട്ട് എല്ലാവരും ബസ്സിൽ കയറിൻ. അതിനുശേഷം മാർട്ടിന്റെ ബാഗ് മണി കൊണ്ടെറിഞ്ഞിട്ട് പറയുകയാണ്, എടുത്തുകൊണ്ട് പോയിണ്ടാ. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ശാലിനി ബസ്സിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് ശാലിനി. ശാലിനി കരുതുകയാണ്, ജീവിതത്തിൽ ആദ്യമായി പിഴവ് പറ്റിയിരിക്കുന്നു ശാലിനി. സുഹൃത്തുക്കളെ സൂക്ഷിച്ചു മാത്രം തിരഞ്ഞെടുക്കുന്ന നീ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്നത് സത്യഭാമയുടെ ഗുണ്ടാപ്പടയുടെ നേതാവിനെ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് നീ അയാളെ ആശ്രയിച്ചു. പക്ഷെ അയാൾ തെറ്റിദ്ധരിച്ചത് വേറൊരു രീതിയിലും. ഗുണ്ടയാണെങ്കിലും നിന്റെ മുന്നിൽ നല്ലൊരു പേരുണ്ടാക്കി നിന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു. ഇനി നാളെ അയാൾ എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് ശാലിനി. പിന്നീട് എല്ലാവരും ബസ്സിലേക്ക് കയറുകയാണ്. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കൊണ്ട് വിഷ്ണുവിനെ ഏൽപ്പിക്കുകയാണ്. എത്രയായെന്ന് ചോദിക്കുമ്പോൾ 50 എന്ന് പറയുകയാണ് അയാൾ. പൈസ കൊടുത്ത് ബാക്കി വെച്ചോന്നും പറഞ്ഞ് വിഷ്ണു വണ്ടിയിലേക്ക് കയറുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്